കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ദില്ലിയിൽ കേരളത്തിന്റെ പ്രതിഷേധം ഇരമ്പിയപ്പോൾ രാജ്യചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രതിഷേധമായി അത് മാറി. ജന്തർ മന്ദറിലെ രാജവീതിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും MLA-മാരും നടന്നാണ് പ്രതിഷേധവേദിയിലെത്തിയത്. നൂറുകണക്കിന് ആൾക്കാർ അതിന്റെ ഭാഗമായി. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനുള്ള കേരളത്തിന്റെ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഔദാര്യമല്ല, അവകാശമാണ് കേരളം ചോദിക്കുന്നത്. BJP അല്ലെങ്കിൽ ആരും രാജ്യത്ത് ഭരണം നടത്തണ്ട എന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. Today we are at a historical juncture of the Indian Republic. A democracy that was envisaged as a union of states is slowly and steadily being crippled into an undemocratic union over states. We are seeing its manifestations around the country, especially in opposition-ruled states. We have all come together to register our strong protest against this and to preserve the federal structure of India. Today, we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. This fight would also strive to maintain a balance in the center-state relations. വലിയ പിന്തുണയാണ് സമരത്തിന് വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചത്. തമിഴ്നാട് MP-മാരും മന്ത്രിമാരും കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. പിന്നീട് അവർ ജന്തർ മന്ദറിലെത്തി പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ കശ്മീർ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ തുടങ്ങി നിരവധി പേരാണ് സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. ഫെഡറലിസം എന്നാൽ അടിമ ഉടമ സമ്പ്രദായമല്ല, കേന്ദ്രത്തിന്റെ അടിമകളല്ല സംസ്ഥാനങ്ങളെന്ന അതിശക്തമായ മുന്നറിയിപ്പാണ് കേരളത്തിന്റെ സമരം കേന്ദ്രത്തിന് നൽകിയത്. അങ്ങനെ ദില്ലിയിലെ കേരളത്തിൻ്റെ സമരം ഏറ്റവും ശക്തമായ ഒരു ദേശീയ സമരമായി ജന്തർ മന്ദറിൽ മാറുകയായിരുന്നു. ജന്തർ മന്ദറിൽ നിന്നും ശരത് ചന്ദ്രൻ, കൈരളി ന്യൂസ്.